എൻ്റെ ബ്രദറിൻ്റെ കടയിലേക്ക് ജോലിക്കായിട്ട് വന്ന ഒരു പാകിസ്ഥാനിയുടെ കഥയാണ് പറയുന്നത്. ഇൻഷാ അല്ലാ. ഈ പാകിസ്ഥാനി ജോലിക്ക് വന്ന് റൂം തിരഞ്ഞെടുത്തിട്ട് റൂം കിട്ടിയില്ല. അപ്പോൾ എൻ്റെ റൂം ഫ്രീ ആണ്, ഫാമിലിയും കുട്ടികളൊക്കെ പോയതുകൊണ്ട്. അപ്പോൾ ഞാൻ അവനെ പിടിച്ച് എൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് ഞാൻ അവൻ്റെ കഥ ചോദിച്ചു. 2 മാസം മുമ്പ് 2 മാസമായിട്ട് വേറൊരു ബേക്കറി കടയിലായിരുന്നു, പാക്കിംഗ് ആയിരുന്നു ജോലി. അപ്പോൾ അവിടുന്ന് അവൻ പോരാനുണ്ടായ കാരണം അവിടുത്തെ തൊഴിലാളികൾക്കൊക്കെ ഒരുമിച്ച് റൂമായിരുന്നു. അവിടുത്തെ തൊഴിലാളികൾ അവൻ കിടക്കുന്ന റൂമിൽ നമസ്കരിക്കാത്ത ആൾക്കാരായിരുന്നു. ഒരാൾ നമസ്കരിക്കുന്നില്ല. അപ്പോൾ അവനും ഭയം തോന്നി, ഞാൻ അവരെ പോലെ ആയി പോകുന്നുണ്ടല്ലോ എന്ന് തോന്നി. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ജോലി ഉപേക്ഷിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ അവന് മുമ്പുണ്ടായിരുന്ന ജോലി ഇപ്പോഴുള്ള ജോലിയേക്കാൾ 500 ദിർഹംസ് കൂടുതലുള്ള ജോലിയായിരുന്നു കേട്ടോ. ഒരു പാകിസ്ഥാനിയൊക്കെ സംബന്ധിച്ചിടത്തോളം 500 ദിർഹംസ് എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. അത് ഉപേക്ഷിച്ച് എ സിക്ക് അകത്തിരുന്നുള്ള പാക്കിംഗ് ആയിരുന്നു. ഇവിടെ ആണെങ്കിൽ ഡെലിവറിയാണ്. കൊടും ചൂടിൽ 50 ഡിഗ്രി സെൽഷ്യസിൻ്റെ അടുത്ത് ചൂടുള്ള സ്ഥലത്ത് ഡെലിവറി ജോലിക്കാവും വന്നിട്ടുള്ളത്. ഇത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഫജറിന് അവൻ പള്ളിയിലേക്ക് വന്നു എൻ്റെ കൂടെ. പിന്നെ അവൻ്റെ മൊത്തത്തിലുള്ള ക്ലീൻലിനെസ്സും ഹൈജീനും അത് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആളൊരു ഫേക്കല്ല. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെറും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന, എത്രയും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുത്തിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 22 വയസ്സുള്ള പയ്യനാണ്. ഹൗ ഗ്രേറ്റ്ഫുൾ ഹീസ് ടുവേർഡ്സ് ഹിസ് ക്രിയേറ്റർ. അവൻ്റെ സൃഷ്ടാവിനോട്, അവന് ജീവൻ തന്ന പടച്ചതമ്പുരാനോട് എത്രമാത്രം നന്ദിയാണ് കാണിക്കുന്നത്. നമ്മളെപ്പോലെ പല പ്രിവിലേജുള്ള ജോലി ചെയ്യുന്ന, നേരത്തെ വീട്ടിലേക്ക് എത്തുന്ന എത്ര ആൾക്കാർ കിടന്നുറങ്ങുമ്പോഴാണ് രാത്രി 12 മണിക്ക് 1 മണിക്ക് ജോലി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്ന ആ കുട്ടി 4 മണിക്ക് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിൽ ചിന്തിക്കേണ്ട വേറൊരു വിഷയം എന്താ വെച്ചാൽ, നമ്മളും നിസ്കരിക്കുന്നു, അവനും നിസ്കരിക്കുന്നു, നമ്മളും നോമ്പ് വെക്കുന്നു, അവനും നോമ്പ് വെക്കുന്നു. പക്ഷെ അവന് അത്രയും സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ള ജോലിയും ഭാരവും അതിൻ്റെ ഇടക്കാണ് ഇതൊക്കെ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പാണ്, സ്വാഭാവികമാണ്. അത് സ്വാഭാവികമായ നീതിയാണ്. പക്ഷെ നമുക്ക് കാര്യങ്ങളെ കുറിച്ച് ടഫായിരിക്കും. അതും അവരോട് കാണിക്കുന്നൊരു നീതിയാണത്. നമുക്ക് കാര്യങ്ങളെ കുറിച്ച് ടഫായിരിക്കും. കാരണം എത്രത്തോളം അനി നഈം എന്നല്ലേ, നിഅമത്തുകളെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ചും 1 by 1 ആയിട്ട് പടച്ചവരാൻ ചോദിക്കും. ഈ നിസ്കാരത്തിൻ്റെ വിഷയം തന്നെ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറയുന്നു, നിസ്കാരത്തിന് ഒരു കോംപ്രമൈസും ഇല്ല. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഇസ്ലാമിൽ. നിസ്കരിക്കാത്ത ഒരുത്തൻ നമ്മുടെ സുഹൃത്ത് വലയത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിസ്കരിക്കാത്ത ഒരുത്തനുമായിട്ട് നമുക്ക് യാതൊരു സ്നേഹബന്ധവും പാടില്ല. പണ്ഡിതന്മാരൊക്കെ പറയുന്നത് വായിച്ചിട്ടുണ്ട്, നമസ്കരിക്കാത്തവനോട് കൂട്ടുകൂടാൻ പാടില്ല, നമസ്കരിക്കാത്തവൻ്റെ മയ്യത്തിനോട് പോലും റെസ്പെക്റ്റ് പാടില്ല, അവൻ്റെ മയ്യത്ത് ദൂരേക്ക് വലിച്ചെറിയണം, മുസ്ലിമീങ്ങളെ ഖബറോടെ മറമാടുന്ന സ്ഥലത്ത് അവനെ മറമാടാൻ പാടില്ല. അങ്ങനെ എത്ര ഫത്വകളാണ് അതിനെക്കുറിച്ച് അറിയാം. നമസ്കരിക്കാത്തവൻ മൻ തർക്കസ്വലാത്ത മുത്തഅമ്മിദൻ ഫഖദ് കഫറ, മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കിയവൻ കാഫിറാണ്. അതേപോലെ തന്നെ എത്ര ഹല്ലഫൽ ഇസ്ലാമിൽ മൻ തറക്കസ്വലാത്ത്, നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ ഒന്നുമില്ല, ഇസ്ലാമിൽ ഒരു ഓഹരിയുമില്ല. അതേപോലെ തന്നെ മാസലക്കും ഫി സക്കർ എന്ന് പറഞ്ഞാൽ ഫിറഔനും ഹാമാനും അതേപോലെ തന്നെ കാറൂനും പോലെയുള്ള കടുത്ത ധിക്കാരികൾ കിടക്കുന്ന അഗ്നിയാണ്, നരകത്തിലെ ഏറ്റവും ചൂടേറിയ അഗ്നി. അവിടെയാണ് നമസ്കരിക്കാത്ത ആൾക്കാർ കിടക്കുക. മാസലക്കും ഫി സക്കർ എന്ന് വെച്ചാൽ സക്കറിൽ നിങ്ങൾ എങ്ങനെയാണ് എത്തിയത് നോക്കും. നമ്മളെ കൂടെ നടന്ന ആൾക്കാരായിരിക്കും. നമസ്കാരം ഉണ്ടായിരുന്നില്ല, നിസ്കാരം ഉപേക്ഷിച്ചിരുന്നു, അതുകൊണ്ടാണ് ഈ കടുത്ത അഗ്നിയിൽ ഞങ്ങൾ എത്തിപ്പെട്ടതെന്ന് അവർ മറുപടി പറയും. അപ്പോൾ സഹോദരങ്ങളെ, നിസ്കാരം നാളെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു കോംപ്രമൈസും നടത്താതെ കൃത്യമായി നിർവഹിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷിക്കാം നാളെ സ്വർഗത്തിൽ എത്താനുള്ള ഒരു ചാൻസ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം നിലനിർത്തുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.